നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർക്കാരുമായി ഇത്രയേറെ ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ മറ്റൊരു ഗവർണറില്ല. സഖാക്കളുടെയും എന്തിന് SFIക്കാരുടെയും കണ്ണിലെ കരടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തായാലും കേരള ഗവർണർക്ക് മാറ്റം വന്നിരിക്കുകയാണ്. രാജേന്ദ്ര ആർലേക്കർ പുതിയ ഗവർണറാകുമ്പോൾ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാവുകയാണ്. പുതിയ കേരള ഗവർണറായി നിയമിതനായ രാജേന്ദ്ര ആർലേക്കർ ബീഹാർ ഗവർണറാണ്. സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടയിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ മാറ്റം. 2019 സെപ്റ്റംബർ 6 കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാൻ 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി 5 വർഷവും സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. ഗോവ സ്വദേശിയായ ആർലേക്കർ നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായും ഗോവയിൽ വനം പരിസ്ഥിതി മന്ത്രിയുമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ RSS അനുഭാവിയായ ആർലേക്കർ 1989 BJPയിൽ ചേർന്നത്. 1980 മുതൽ ഗോവയിലെ BJPയിലെ പ്രധാന നേതാക്കളിൽ ഒരാളാണ്. ഗോവ നിയമസഭയെ ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത നിയമസഭയാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ ആർലേക്കറാണ്. 2015 വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലയേറ്റു. 2021 ജൂലൈ 6 അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഗവർണറായത്. അതേസമയം സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ പോര് തുടരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനവുമായി നിയമ പോരാട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് മന്ത്രിമാരും പങ്കെടുത്തിരുന്നില്ല. ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയെ മണിപ്പൂരിന്റെ ഗവർണറായി നിയമിച്ച ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയെ മണിപ്പൂരിന്റെ ഗവർണറായി നിയമിച്ചും ഉത്തരവ് ഇറങ്ങുമ്പോഴാണ് ഇവിടെയും ട്വിസ്റ്റ്. മിസോറാം ഗവർണർ ഡോക്ടർ ഹരി ബാബുവിനെ ഒഡീഷ ഗവർണറായി നിയമിച്ചിട്ടുണ്ട്. ജനറൽ വിജയ് കുമാർ സിംഗ് മിസോറാം ഗവർണറാണ്. ഗോവ സ്വദേശിയായ ആർലേക്കർ മുമ്പ് ഹിമാചൽ പ്രദേശ് ഗവർണറും ഗോവയിൽ വനം പരിസ്ഥിതി മന്ത്രിയും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ RSS അനുഭാവിയായ ആർലേക്കർ 1989 BJPയിൽ എത്തുന്നത്. കാലങ്ങളായി ഗോവയിലെ BJPയിലെ പ്രധാന നേതാവ് തന്നെയാണ്. സെപ്റ്റംബർ 5 ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനിടയിൽ ഗവർണർ സ്ഥാനത്ത് നിന്നുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്കുള്ള ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത്. ഈ മാറ്റത്തിന് രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്ന വ്യാഖ്യാനങ്ങൾ പുറത്തുവരുന്നുണ്ട്. അത് യാതൊരു സംശയവും വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP കേന്ദ്ര നേതൃത്വവുമായും അടുത്ത ബന്ധമുള്ള ആർലേക്കർ കറകളഞ്ഞ ഒരു RSSകാരൻ തന്നെയാണ്. ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം 1989 BJP വരുമ്പോൾ പിന്നെ ഒരു തിരിച്ചുപോക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടേ ഇല്ല. എന്തായാലും കേരളത്തിലേക്ക് അദ്ദേഹം ചുവടുമാറ്റുമ്പോൾ എന്തായിരിക്കാം സംഭവ വികാസങ്ങൾ എന്ന് കണ്ടറിയാം.